നമസ്കാരം. അഭിനയം കൊണ്ട് മലയാളികളെ ഞെട്ടിക്കുന്ന നടനാണ് മമ്മൂട്ടി. ഭ്രമയുഗത്തിലും അടുത്തിടെ റിലീസായ ടർബോയിലും അടക്കം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടി എന്ന 73-കാരന്റെ പ്രകടനം. മലയാളിക്ക് മമ്മൂട്ടി എന്നാൽ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ്. ഒരു സിനിമാ പാരമ്പര്യം പോലും അവകാശപ്പെടാതെ ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ കത്തി നിൽക്കുന്ന നക്ഷത്രം. അഭിനയത്തിന്റെ പുതിയ ചരിത്രം തന്നിലൂടെ അദ്ദേഹം രചിക്കുമ്പോൾ അഭിനയമോഹത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയോട് നീതി പുലർത്തണമെന്ന് തോന്നുന്നവർക്ക് വായിച്ചു പഠിക്കാവുന്ന പാഠപുസ്തകം തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ. മമ്മൂട്ടി എന്ന പച്ചയായ മനുഷ്യൻ ജീവിതത്തോടും സമൂഹത്തോടും കാണിക്കുന്ന സത്യസന്ധത തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണ്. മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ്. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച മമ്മൂട്ടി മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രായം കൂടാത്ത ഒരേ ഒരു താരമാണ്. മമ്മൂട്ടി ഇല്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സിനിമയോടും അഭിനയത്തോടും ഭ്രാന്തമായ സ്നേഹമാണ് മലയാളത്തിലെ മെഗാസ്റ്റാറിന്. അസുഖബാധിതനായി കുറച്ചുനാൾ ചികിത്സയിലായിരുന്നെങ്കിലും ഇടവേള അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തായാലും മമ്മൂട്ടി അല്പം ദേഷ്യക്കാരനാണെന്ന് സിനിമയിലുള്ള പലരും പങ്കുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നതിനാൽ അദ്ദേഹവുമായി ഇടപെടാൻ ഭയമാണെന്നടക്കം ചിലർ പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കാർക്കശ്യം നിറഞ്ഞ രീതി അടുത്തിടെ വയനാട് വെച്ചും ഉണ്ടായിരുന്നു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് അദ്ദേഹം ഇടപെട്ട രീതി വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. അദ്ദേഹത്തെ അനുഗമിച്ച ജില്ലാ സെക്രട്ടറി K റസാഖിനോട് തന്റെ കൂടെ നടക്കരുതെന്ന് അദ്ദേഹം കടുപ്പിച്ച് പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഈ പെരുമാറ്റത്തിന്റെ പേരിൽ താരത്തിന് അന്ന് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും തന്റെ ദേഷ്യത്തെക്കുറിച്ച് മമ്മൂട്ടി മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. പെട്ടെന്ന് ദേഷ്യമൊന്നും വരില്ല. ദേഷ്യപ്പെടുത്തിയാൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? സിംഹവും പാമ്പും അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ നമ്മൾ വെറുതെ പോകുമ്പോൾ നമ്മളെ കടിച്ചു തിന്നില്ലല്ലോ. അതിനെ ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുകയുള്ളൂ. അതുപോലെ നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങിത്തിരിച്ചാൽ ദേഷ്യം വരും. ആർക്കാണ് ദേഷ്യം വരാത്തത്? മനുഷ്യരാണ്. ദേഷ്യം വരൂലേ? ഉറപ്പായും ദേഷ്യം വരും. പിന്നെ എന്താ എനിക്ക് ദേഷ്യം വന്നാൽ? പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ്. ദേഷ്യം വന്നാലും അതങ്ങ് വേഗം പോവുകയും ചെയ്യും എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ. ജീവിതത്തിൽ ആരാണ് താങ്കളുടെ റോൾ മോഡൽ എന്ന ചോദ്യത്തിന് അങ്ങനെ റോൾ മോഡൽ ഇല്ലെന്നായിരുന്നു താരം നൽകിയ മറുപടി. ടു ബി ഫ്രാങ്ക്, എനിക്ക് അങ്ങനെ ഒരാളില്ല. കാരണം അങ്ങനെ ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ ഒരു ചെറിയ ടാർഗറ്റ് ഒന്നും വെച്ചിട്ടല്ല വന്നത്. എനിക്ക് മിനിമം മെർലിൻ ബ്രാൻഡോ ആകണമെന്ന് ആഗ്രഹിച്ച് മമ്മൂട്ടി ആയ ആളാണ്. ഏത് തൊഴിലായാലും ചെറിയ ആഗ്രഹങ്ങളല്ല വേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും വലിയ ടാർഗറ്റ് വെച്ച് പോയാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറുതെങ്കിലും നേടാൻ പറ്റൂ എന്ന് താരം പറഞ്ഞു. സിനിമയിലെ സൗഹൃദത്തെക്കുറിച്ചും താരം പങ്കുവച്ചു. കോളേജിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. സിനിമയിലും നല്ല സൗഹൃദങ്ങളുണ്ട്. സിനിമയിലെ സൗഹൃദങ്ങൾ സിനിമയിൽ വന്നതിനു ശേഷമുള്ള ഫ്രണ്ട്സാണ്. സിനിമയിൽ ഈ സൗഹൃദങ്ങൾ നമ്മൾ പരസ്പര പൂരകങ്ങളാണ്. സിനിമയിൽ അല്ലാത്ത സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റാറ്റസ് പഴയത് തന്നെയാണ്. അതായത് അവരുടെ ജോലി പോലെ സിനിമാഭിനയം എന്നത് എൻ്റെ ജോലിയായി മാത്രമേ അവർ കാണുന്നുള്ളൂ. സിനിമയിലെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സിനിമ വിഷയമാണ്. ഏറ്റക്കുറച്ചിലും വലിപ്പ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഗതിവിഗതികളും അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ചിലപ്പോൾ നമ്മുടെ സൗഹൃദത്തെ ബാധിച്ചെന്നിരിക്കാം. പക്ഷേ അങ്ങനെ അല്ലാത്ത സുഹൃത്തുക്കളും സിനിമയിൽ ഉണ്ട് കേട്ടോ എന്നാണ് നടൻ പറഞ്ഞത്. അതേസമയം വക്കീൽ ജോലി ഉപേക്ഷിച്ചായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു സിനിമയിലേക്ക് ക്ഷണം വരുന്നത്. തന്റെ പാഷൻ മനസ്സിലാക്കി പിന്തുണയ്ക്കുകയായിരുന്നു ഭാര്യ. തിരക്കുകളിലൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കഴിയാറില്ല. വീട്ടിലെ കാര്യങ്ങളും മക്കളെയും ഒക്കെ നോക്കിയത് സുലുവാണ്. ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ പിന്നീടുള്ള സമയം മുഴുവനും കുടുംബത്തിനായി മാറ്റി വെക്കാറുണ്ട്. നമ്മളെ മാത്രം ഓർത്ത് നോക്കിയിരിക്കുന്നവരല്ലേ അവരൊക്കെ. അതുകൊണ്ട് യാത്രകളായാലും മറ്റ് എൻജോയ്മെൻ്റ് ആയാലും കുടുംബത്തിനൊപ്പമായിരിക്കും. യുവതാരങ്ങളോടും ഈ മാതൃക പിന്തുടരാൻ അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ട്. ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നൊരു ശീലത്തെക്കുറിച്ച് പറഞ്ഞുള്ള മമ്മൂട്ടിയുടെ അഭിമുഖവും ചർച്ചയായി. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഒരു വിൽ പവർ വേണം. അതിനൊരു ശക്തിയുണ്ട്. നേട്ടങ്ങളെക്കാളും ഉപേക്ഷിക്കലാണ് വേണ്ടി വരിക. അങ്ങനെ ഒരു ഫിലോസഫിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ട തള്ളിക്കളഞ്ഞൊരു കാര്യം എൻ്റെ പുകവലി ശീലമാണ്. എനിക്കിഷ്ടമായിരുന്നു വലിക്കുന്നത്. അത് നിർത്തിയിട്ട് 15 വർഷത്തിന് മേലെയായി. എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ശാരീരികമായി അത് നല്ലതല്ല. എനിക്ക് മാത്രമല്ല ആർക്കും. നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തെയാണ് നമ്മൾ കയറ്റിവിടുന്നത്. നമുക്ക് ജീവിക്കാൻ പുക വേണ്ടല്ലോ. ആഹാര പദാർത്ഥങ്ങളും വായുവും മാത്രം മതിയല്ലോ. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, അത് നല്ലതല്ലെന്ന് തോന്നി. അങ്ങനെ വേണ്ടെന്ന് വെച്ചതാണ്. ഗ്ലാമറിനെ ബാധിക്കുന്നത് മാത്രമല്ലല്ലോ. ഞാൻ സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത്. എല്ലാ കാലഘട്ടത്തിൻ്റെയും ധർമ്മസങ്കടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ധർമ്മം നിഷേധിക്കുന്നത് താങ്ങാനാവുന്ന കാര്യമല്ല. ധർമ്മസങ്കടം എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയും, എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയില്ലേ? ആ ഒരു അവസ്ഥയാണ് ധർമ്മസങ്കടം. അഭിനയം എനിക്ക് ഇന്നുവരെ മടുപ്പ് തോന്നാത്ത കാര്യമാണ്. ഭക്ഷണം പോലെയാണ്. തൃപ്തിയോടെ കഴിച്ചാൽ ഏമ്പക്കം വിടും. അത് കഴിഞ്ഞാൽ പിന്നെയും വിശക്കില്ലേ? അതുപോലെയാണ്. ചോറും കറിയും നിത്യവും കഴിക്കുന്ന ആളുകൾക്ക് മടുപ്പില്ല. എന്നെ സംബന്ധിച്ച് പല പല കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
ചിലരൊക്കെ വിദേശത്ത് പോയാലും ചോറ് തപ്പി പോകുന്നത് കാണാം. അതുപോലെയാണ് എനിക്ക് അഭിനയം. ഒരിക്കലും മടുക്കില്ല. ആളുകൾക്ക് എന്നെ മടുക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് മാത്രം മടുക്കാതിരുന്നിട്ട് കാര്യമില്ല. പ്രായം കൂടുന്നതോറും ആളുകളുടെ ഇഷ്ടം കൂടുന്നത് ഞാനൊന്നും ചെയ്തിട്ടല്ല. ജനങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാനാവില്ല. നമ്മളെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണവർ. ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്നത് ചില്ലറ കാര്യമല്ല, അതൊരു ഭാഗ്യമാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ആരെയും തന്ത്രം കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ആളുകളൊക്കെ നിരീക്ഷിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ അത് പ്രകടമാവാറുമുണ്ട്. ചിലതൊക്കെ ബോധപൂർവമായി നിരീക്ഷിക്കാറുണ്ട്. ആളുകളെ മുൻവിധിയോടെ കാണാറില്ലെന്നുമായിരുന്നു അന്നത്തെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതേസമയം ആരോഗ്യത്തിൽ നടൻ മമ്മൂട്ടി കാണിക്കുന്ന ശ്രദ്ധയെക്കുറിച്ച് മലയാളികൾക്ക് അറിയാം. പ്രായം 74 ഇന്നും മമ്മൂട്ടിയെ കാണാൻ മധ്യവയസ്കനെ പോലെയായിരിക്കുന്നതിന് പ്രധാന കാരണം ഈ ശ്രദ്ധയാണ്. സമകാലീനരിൽ മമ്മൂട്ടിയെ പോലെ ആരോഗ്യവും സ്ക്രീൻ പ്രസൻസും ശ്രദ്ധിച്ച മറ്റൊരു നായക നടനില്ല. കൃത്യമായ ഡയറ്റിംഗ്, വ്യായാമം, വിശ്രമം എന്നിവയെല്ലാമാണ് മമ്മൂട്ടിയെ തുണയ്ക്കുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് നടൻ അപ്പ ഹാജ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. സൈന്യം എന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോട്ടലിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ലൊക്കേഷൻ. അവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ നല്ല അടിപൊളി ബീഫ് കിട്ടും. എല്ലാ ദിവസവും പുള്ളിയും എല്ലാവരും ബീഫ് കഴിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു മാസം കഴിഞ്ഞ് പുള്ളി കൊളസ്ട്രോൾ നോക്കിയപ്പോൾ 400-ലേറെയായിരുന്നു കൊളസ്ട്രോൾ. അതിനുശേഷം ഡയറ്റ് ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹം പണ്ട് മുതൽ ഡയറ്റ് നോക്കുന്നയാളാണെന്നും അപ്പ ഹാജി പറഞ്ഞു. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരാധകരെ ആശങ്കപ്പെടുത്തിയിരുന്നു. അർബുദമാണെന്ന് അഭ്യൂഹങ്ങൾ വന്നെങ്കിലും എന്താണ് അസുഖമെന്ന് മമ്മൂട്ടിയോ അടുത്ത വൃത്തങ്ങളോ വ്യക്തമാക്കിയിട്ടില്ല. അസുഖം ഭേദമായെന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ആരാധകർ കേട്ടത്. ജനങ്ങളുടെ സ്നേഹത്തിന് നടൻ നന്ദി അറിയിക്കുകയും ചെയ്തു. മമ്മൂട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് നടൻ സുരേഷ് കൃഷ്ണ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും പൈസയും ജോലിക്കാരുമുണ്ട്. എന്നാൽ പോലും അദ്ദേഹം കഴിക്കുന്നത് കുറച്ച് ഇല പുഴുങ്ങിയതും കപ്പലണ്ടി പുഴുങ്ങിയതുമൊക്കെയാണ്. ഒരാൾ അയാളുടെ തൊഴിലിനു വേണ്ടി മാത്രമാണ് ആരോഗ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് തനിക്ക് പ്രചോദനമായെന്നും സുരേഷ് കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു. സൈന്യം ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി അത്രയും ആരോഗ്യം ശ്രദ്ധിക്കുന്നയാളല്ല. പുകവലി ഉൾപ്പെടെയുള്ള ശീലങ്ങൾ ഒരു കാലത്ത് നടനുണ്ടായിരുന്നു. പിന്നീട് പുകവലി നിർത്തി. പാട്രിയോട് ആണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമ. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിങ്ങനെ വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നു. മെയ് 1 ചിത്രം റിലീസ് ചെയ്യും. മഹേഷ് നാരായണനാണ് ഈ സ്പൈ ത്രില്ലർ സംവിധാനം ചെയ്തത്. 2025 മുതൽ ഇതുവരെയും മമ്മൂട്ടിക്ക് കരിയറിൽ എടുത്ത് പറയത്തക്ക സൂപ്പർ ഹിറ്റുകളില്ല. അതിനാൽ പാട്രിയോട്ടിനെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഏറെ കാലത്തിനു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന് ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കളങ്കാവലാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.